അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 21-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. യദാ തദാ പ്രമാണം ഹി വൃഥൈവ പരിഭാഷിതം വിതഥേ തൽപ്രമാണേ തു ധർമ്മോച്ഛേദ കുതോ നഹി. ഉദ്യമേ ച കൃതേ സിദ്ധി പ്രത്യക്ഷേണൈവ സാധ്യതേ. തസ്മാദത്ര പ്രകർത്തവ്യ പ്രപഞ്ച ചിത്തകൽപക. യഥായം ബാലകക്ഷേമം പ്രാപ്നോതി മമ പുത്രക. മിഥ്യാ യദി പ്രകർത്തവ്യം വചനം ശുഭമിച്ഛത. ന തത്ര ദൂഷണം കിഞ്ചിൽ പ്രവദന്തി മനീഷിണ. വസുദേവ ഉവാച നിശാമയ മഹാഭാഗേ സത്യമേതൽ ബ്രവീമി തേ. ഉദ്യമ ഖലു കർത്തവ്യ ഫലം ദൈവവശാനുഗം. ത്രിവിധാനീഹ കർമാണി സംസാരേത്ര പുരാവിദ. പ്രവദന്തീഹ ജീവാനാം പുരാണേഷ്വാഗമേഷു ച. സഞ്ചിതാനി ച ജീർണാനി പ്രാരബ്ധാനി സുമധ്യമേ. വർത്തമാനാനി വാമോരു ത്രിവിധാനീഹ ദേഹിനാം. ശുഭാശുഭാനി കർമാണി ബീജഭൂതാനി യാനി ച. ബഹുജന്മ സമുദ്ധാനി കാലേ തിഷ്ഠന്തി സർവധാ.
പൂർവദേഹം പരിത്യജ്യ ജീവകർമ്മവശാനുഗ സ്വർഗം വാ നരകം വാപി പ്രാപ്നോതി സ്വകൃതേന വൈ ദിവ്യം ദേഹം ച സംപ്രാപ്യ യാതനാദേഹമർദ്ധജം ഭുനക്തി വിവിധാൻ ഭോഗാൻ സ്വർഗേ വാ നരകേധവാ ഭോഗാന്തേ ചേദോൽപത്തേ സമയസ്തസ്യ ജായത്തെ ലിംഗദേഹേന സഹിതം ജായത്തെ ജീവസംജ്ഞിതം തദൈവ സഞ്ചിതേഭ്യശ്ച കർമ്മഭ്യഃ കർമ്മഭിഃ പുനഃ യോജയത്യേവ തം കാലം കർമാണി പ്രാകൃതാനി ച ദേഹേനാനേന ഭാവ്യാനി ശുഭാനി ച അശുഭാനി ച പ്രാരബ്ധാനി ച ജീവേന ഭോക്തവ്യാനി സുലോചനേ പ്രായശ്ചിത്തേന നശ്യന്തി വർത്തമാനാനി ഭാമിനി സഞ്ചിതാനി തഥൈവാശു യഥാർത്ഥം വിഹിതേന ച പ്രാരബ്ധകർമ്മണാം ഭോഗാൽ സംക്ഷയോ നാന്യഥാ ഭവേൽ തേനായം തേ കുമാരോ വൈ ദേയകംസായ സർവധാ ന മിഥ്യാവചനം മേസ്തി ലോകനിന്ദാഭിഭൂഷിതം സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രമാണം വെറുതെയാകും അപ്രമാണം കള്ളമെങ്കിൽ ധർമ്മഹാനി എങ്ങിനെയുണ്ടാവാതിരിക്കും. പ്രയത്നം ചെയ്തിടുകിലോ ഫലം ലഭിക്കും പ്രത്യക്ഷം. ഇക്കാര്യത്തിൽ ഉപായത്തെ ചിന്തിച്ചിടണം. എങ്ങിനെ മകനു ക്ഷേമം വന്നിടുന്നു ആ വിധത്തിൽ ശുഭം ആഗ്രഹിച്ചിടുകിൽ മിഥ്യയാം വാക്കും അതിൽ ദോഷമില്ലെന്നല്ലോ വിദ്വജ്ജനം പറയുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വസുദേവൻ പറഞ്ഞു, കേൾക്കൂ മമ വാക്കുകളോ സത്യമാണല്ലോ. പരിശ്രമം ചെയ്തിടണം, ഫലം വിധി വിധേയം താൻ. സംസാരത്തിൽ ത്രിവിധമാം കർമ്മങ്ങളുണ്ട്. ജീവികളെ സംബന്ധിച്ച് ഇവ പുരാണ കൽപ്പിതം. സഞ്ചിതം വർത്തമാനവും പ്രാരബ്ധങ്ങളും ദേഹികളെ ബന്ധിക്കുന്നു. 3 വിധ കർമ്മങ്ങളും ശുഭാശുഭം ഇവയുടെ ഫലം ബീജമായി ബഹുജന്മാർജിതമായി സർവരിലും കിടക്കുന്നു. കർമ്മഫലമായി ദേഹം വെടിഞ്ഞ ജീവൻ. കർമ്മഫലമായി സ്വർഗനരകങ്ങൾ പ്രാപിക്കുന്നു. ദിവ്യയാതനാ ദേഹത്തെ സ്വീകരിച്ചിടുന്നു.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്വർഗത്തിൽ നരകത്തിലോ ഭോഗങ്ങൾ അനുഭവിച്ച് വീണ്ടും ജനിക്കാനുള്ളതാം നേരം വരുന്നു. ലിംഗദേഹത്തോടെ ജീവനെന്ന പേരിൽ ജനിക്കുന്നു. സഞ്ചിത കർമ്മത്തിലുള്ള പാകകർമ്മങ്ങൾ ശരീരവുമായി ദേവൻ യോജിപ്പിക്കുമതുപോലെ മുജ്ജന്മകർമ്മങ്ങളുടെ ശുഭാശുഭമായി മുജ്ജന്മകർമ്മങ്ങളെയും ശുഭാശുഭമായി പ്രാരബ്ധങ്ങൾ തീർച്ചയായും അനുഭവിക്കുക വേണം. പ്രായശ്ചിത്തം വർത്തമാന കർമ്മമൊടുക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യഥാവിധി പ്രായശ്ചിത്തം സഞ്ചിത കർമ്മവും തീർക്കും. പ്രാരബ്ധമോ ഭോഗത്താലെ മാത്രം നശിക്കും. അതിനാൽ പുത്രനെ കംസനായി നൽകുകയും വേണം. ലോകനിന്ദ്യമാമസത്യം ചെയ്യുകില്ല ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം, വാണീ ശരണം, മായേ ശരണം, കാളീ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 402 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4 സ്കന്ധത്തിൽ 21 അധ്യായത്തിൽ 15 ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിച്ച് ആ മാതൃപാദങ്ങളിൽ, ജഗജ്ജനനിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വസുദേവർ തൻ്റെ മൂത്തപുത്രനെ കീർത്തിമന്തം പ്രഥമജം എന്ന ശ്രീമദ് ഭാഗവതം, കീർത്തിമാൻ എന്ന പുത്രനെ കംസന് കൊടുക്കണം, അതിലൂടെ ആ സത്യസന്ധത പരിപാലിക്കണം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വാങ്ങാൻ പുറപ്പെട്ടപ്പോൾ ദേവകിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുമെന്നാണെങ്കിൽ പ്രവർത്തികൾക്കൊക്കെ എന്താണ് ഫലം, യാഗത്തിന് എന്താണ് ഫലം, ആയുർവേദത്തിന് എന്താണ് ഫലം, മന്ത്രങ്ങൾക്ക് എന്താണ് ഫലം എന്നൊക്കെ ദേവകി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാ തഥാ പ്രമാണം ഹി വൃഥൈവ പരിഭാഷിതം.
അങ്ങനെയാണെങ്കിൽ, ഇതൊക്കെ വ്യർത്ഥമാണെങ്കിൽ പ്രമാണം വെറുതെ പറഞ്ഞിരിക്കണതാണെന്ന് വരും ഇല്ലേ? ആ പ്രമാണം കള്ളമാണെങ്കിൽ ധർമ്മഹാനി എങ്ങനെ ഉണ്ടാവാതിരിക്കും? പ്രമാണം തന്നെ കള്ളം അല്ലേ? വിതഥേ തൽ പ്രമാണേ തൂ ധർമ്മോച്ഛേദ കുതോ നഹി ഉദ്യമേച കൃതേ സിദ്ധി പ്രത്യക്ഷേണൈവ സാധ്യത. പ്രയത്നം ചെയ്താൽ, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് ഫലം ലഭിക്കും എന്നുള്ളത് പ്രത്യക്ഷമായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തസ്മാദത്ര പ്രകർത്തവ്യ പ്രപഞ്ച ചിത്തകൽപ്പക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപായം മനസ്സാ ആലോചിച്ചു വെക്കണം. യഥായം ബാലക ക്ഷേമം പ്രാപ്നോതി മമ പുത്രക. എങ്ങനെയായാൽ എൻ്റെ മകന് ക്ഷേമമുണ്ടാകുമോ ആ വിധത്തിലുള്ള ഒന്ന് പറയണം. മിഥ്യായതി പ്രകർത്തവ്യം വചനം ശുഭമിച്ഛത. ശുഭമാഗ്രഹിക്കുന്നവനാണെങ്കിൽ പറയുന്ന വാക്ക് മിഥ്യയായാൽ പോലും അതിൽ ദോഷമൊന്നുമില്ല എന്ന് വിദ്വജനങ്ങൾ പറയുന്നു. നതത്ര ദൂഷണം കിഞ്ചിൽ പ്രവദന്തി മനീഷിണം. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പുത്രന് എങ്ങനെയാണെങ്കിൽ ശുഭമുണ്ടാകും അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചാൽ ആ വാക്ക് അത് മിഥ്യയാണെങ്കിൽ പോലും അതിൽ ദോഷമില്ല. അപ്പം അങ്ങ് പുത്രനെ കൊടുക്കാം എന്ന് പറഞ്ഞു, പക്ഷേ ആ സത്യം പരിപാലിക്കണില്ല. കാരണം എന്താ? അങ്ങയുടെ പുത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുകൊണ്ട് അതിൽ ദോഷമില്ല എന്ന് വിദ്വജ്ജനങ്ങൾ പറയുന്നുണ്ട് എന്ന് ദേവകി പറഞ്ഞു നിർത്തിയപ്പോൾ വസുദേവർ പറഞ്ഞു, നിശാമയ മഹാഭാഗേ സത്യമേതൽ ബ്രവീമിതേ. ഹേ മഹാഭാഗേ, കേൾക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. നിശാമയ മഹാഭാഗേ സത്യമേതൽ ബ്രവീമിതേ ഉദ്യമ ഖലു കർത്തവ്യ ഫലം ദൈവവശാനുഗം. പരിശ്രമം ചെയ്യണം, ഫലം ഈശ്വരന്റെ വിധിയാണ്. അപ്പോ ത്രിവിധാനീഹ കർമാണി സംസാരേത്ര പുരാവിത. പുരാവിത്തുക്കൾ, മുമ്പുള്ള ആളുകൾ ഈ സംസാരത്തിൽ 3 തരത്തിലുള്ള കർമ്മങ്ങൾ ജീവികളെ ബന്ധിച്ചിരിക്കുന്നതായി പറയുന്നു. പ്രവദന്തീഹ ജീവാനാം പുരാണേഷു ആഗമേഷു ച. പുരാണങ്ങളിലും പറയുന്നുണ്ട്, ആഗമങ്ങളിലും പറയുന്നുണ്ട്. ആഗമം എന്ന് പറഞ്ഞ വേദം. ഇപ്പൊ ജീവികളെ ബന്ധിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സഞ്ചിത കർമ്മം. സഞ്ചിതാനി ച ജീർണാനി പ്രാരബ്ധാനി സുമധ്യമേ. അപ്പോൾ സഞ്ചിത കർമ്മങ്ങളുണ്ട്, വർത്തമാന കർമ്മങ്ങളുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്. ഇങ്ങനെ ദേഹികളെ മുഴുവൻ ബന്ധിക്കുന്നവയാണ് ഈ 3 വിധ കർമ്മങ്ങൾ. വർത്തമാനാനി വാമോരു ത്രിവിധാനീഹ ദേഹിനാം അല്ലേ? ഇപ്പൊ സഞ്ചിതാനി പ്രാരബ്ധാനി വർത്തമാനാനി. ഇപ്പൊ ദേഹികളെ മുഴുവൻ ബാധിക്കുന്ന ഈ വിവിധ കർമ്മങ്ങൾ, 3 തരത്തിലുള്ള കർമ്മങ്ങൾ, അത് ശുഭാശുഭാനി കർമാണി ബീജഭൂതാനി യാനിച്ച. ശുഭമായാലും അശുഭമായാലും ഇതിൻ്റെയൊക്കെ ഫലം ബീജരൂപത്തിൽ ബഹുജന്മ സമുദ്ധാനി, ബഹുജന്മാർജിതങ്ങളായി കാലേ തിഷ്ഠന്തി സർവധ. എല്ലാവരിലും, ഓരോരുത്തരിലും എല്ലാ കാലവും കിടപ്പുണ്ട്. പൂർവദേഹം പരിത്യജ്യ ജീവകർമ്മവശാനുക. കർമ്മങ്ങൾക്ക് ആ വിധേയനായി, കർമ്മത്തിന് അധീനനായി തൻ്റെ ദേഹം ഉപേക്ഷിച്ചാൽ പോലും പൂർവശരീരം വെടിയുന്ന ജീവൻ കർമ്മഫലമായി സ്വർഗമോ നരകമോ അനുഭവിക്കുന്നു. സ്വർഗം വാ നരകം വാപി പ്രാപ്നോതി സ്വകൃതേന വൈ. ദിവ്യം ദേഹം ച സംപ്രാപ്യ യാതനാദേഹമർത്ഥജം. ദിവ്യദേഹത്തെ പ്രാപിച്ച് സ്വർഗത്തിലേക്കോ വിഷയജന്യമായ യാതനാദേഹത്തെ സ്വീകരിച്ച് നരകത്തിലോ പോണ്ടി വരുന്നതാണ്. ഭുനക്തി വിവിധാൻ ഭോഗാൻ സ്വർഗേവാ നരകേധവാ. സ്വർഗത്തിലോ നരകത്തിലോ ചെന്ന് വിവിധ ഭോഗങ്ങൾ അനുഭവിക്കുന്നു. ഭോഗാന്തെ, ഈ അനുഭവം കഴിഞ്ഞാലോ യഥോൽപത്തെ സമയസ്തസ്യ ജായത്തെ. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അവന് വീണ്ടും ജനിക്കേണ്ടി വരുന്നു. ജനിക്കേണ്ടുന്ന സമയം സമാഗതമാവുന്നു. ഭോഗാന്തേ യഥോൽപത്തെ സമയസ്തസ്യ ജായത്തെ. ലിംഗദേഹേന സഹിതം ജായതേ ജീവസംജ്ഞിതം. തദൈവ സഞ്ചിതേഭ്യശ്ച കർമ്മഭ്യ കർമ്മഭി പുന. ലിംഗദേഹത്തോടുകൂടി ജീവൻ എന്ന പേരിൽ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ തന്നെ സഞ്ചിതമായ കർമ്മസമൂഹത്തിൽ നിന്ന് പാകം വന്ന കർമ്മങ്ങളെ വീണ്ടും
എന്തു ചെയ്യണു? യോജയത്യേവ തം കാലം കർമാണി പ്രാകൃതാനുച. ലിംഗശരീരത്തോട് അഖിലേശ്വരനായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ യോജിപ്പിക്കുന്നു. ദേഹേന അനേന ഭാവ്യാനി ശുഭാനി ച അശുഭാനി ച. ഈ ദേഹം കൊണ്ടാണ് ശുഭാശുഭങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പ്രാരബ്ധാനി ച ജീവേന ഭോക്തവ്യാനി സുലോചനെ. ഇനി സുലോചനെ, ഹേ സുന്ദരി, സുന്ദരമായ ലോചനം, കണ്ണുകളുള്ളവളെ, പ്രാരബ്ധങ്ങൾ അവശ്യം അനുഭവിക്കപ്പെടേണ്ടതാണ്. പ്രായശ്ചിത്തേന നശ്യന്തി വർത്തമാനാനി ഭാമിനി. പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ട് വർത്തമാന കർമ്മത്തിൽ ദോഷങ്ങളെ നശിക്കുള്ളൂ, പാപങ്ങളെ തീരുള്ളൂ. സഞ്ചിതാനി തഥൈവാശു. അതേപോലെ തന്നെ യഥാർത്ഥം വിഹിതേന ച, അപ്രകാരം തന്നെ യഥാവിധി ചെയ്യുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ട് സഞ്ചിത കർമ്മങ്ങളും നശിക്കും. വർത്തമാന കർമ്മങ്ങളും നശിക്കും, സഞ്ചിത കർമ്മങ്ങളും നശിക്കും. എന്നാൽ പ്രാരബ്ധ കർമ്മണാം ഭോഗാൽ സംശയോ നാന്യഥാ ഭവേൽ. പ്രാരബ്ധ കർമ്മങ്ങൾ ഭോഗം കൊണ്ടേ നശിക്കൂ, മറ്റൊരു തരത്തിലും അത് നശിക്കുകയില്ല. അതുകൊണ്ട് തേനായം തേ കുമാരോ വൈ ദേയ കംസായ സർവധ. ഇപ്പോ സത്യത്തിൽ സജ്ജിത കർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, വർത്തമാന കർമ്മങ്ങൾ, 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രാരബ്ധങ്ങൾ അവശ്യം അനുഭവിക്കപ്പെടണം. പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്താൽ വർത്തമാനത്തിലെ കർമ്മദോഷങ്ങൾ, പാപങ്ങൾ തീരും. അതേപോലെ ചിലപ്പോൾ സഞ്ചിത കർമ്മങ്ങളും പ്രായശ്ചിത്തങ്ങളെ കൊണ്ട് തീർന്നു എന്നിരിക്കും. എന്നാൽ പ്രാരബ്ധ കർമ്മങ്ങൾ ഭോഗം കൊണ്ട് മാത്രമേ നശിക്കുള്ളൂ എന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് തേനായം തേ കുമാരോ വൈ ദേയ കംസായ സർവധ. ഈ ബാലനെ, ഈ ഉണ്ണിയെ എങ്ങനെയും എനിക്ക് കംസന് നൽകുക തന്നെ വേണം. ന മിഥ്യാവചനം മേസ്തി ലോകനിന്ദാഭിഭൂഷിതം. ലോകനിന്ദ്യമായ അസത്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല. അപ്പോ പൊളിവാക്ക് ഞാൻ പറയുകയില്ല എന്ന് പറയുന്ന 29ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.